പബ്ജി. ഹലോ, ഈസി ഈസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ മെയ് അഴകന്റെ ട്രെയിലർ ഇങ്ങനെ ടീസർ ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി അതിങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ അലിയ ചേച്ചിയുടെ ഒരു പടത്തിന്റെ ടീസർ വന്ന് കിടപ്പുണ്ട്. ജിഗ്ര എന്നാണ് പടത്തിന്റെ പേര്. ജിഗ്ര ഒഫീഷ്യൽ ടീസർ. ഉൾട്ടി ഗിണ്ടി എനിക്കൊന്ന് ഉൾട്ടി ഗിന്തി ഷുറു എന്ന് പറഞ്ഞാൽ എന്നാ ഉൾട്ടി ഗിന്തി ഷുറു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ജിഗ്ര എന്ന് പറഞ്ഞ പടത്തിന്റെ ഒന്ന് കണ്ടു കളയാം. എന്താണോ ആവും ഒരുക്കി വെച്ചേക്കുന്നത് എന്ന് നോക്കാം. പുള്ളിക്കാരി സോളോയിലൊക്കെ വരുന്ന പടമാണെന്ന് തോന്നുന്നു. സോളോ ആയിരിക്കും. ഉൾട്ടി ഗിന്തി ഷുർ എന്ന് പറയുന്നത് ചിലപ്പം ഡയറക്ടറിന്റെ പേരായിരിക്കും. എന്തായാലും ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം എന്താണ് ഉൾട്ടി ഗിന്തി ഷുർ എന്ന് പറഞ്ഞാൽ. ടീച്ചർ കാണും. കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വിളിച്ചേ വിഷമിച്ചിരിക്കും. അയ്യോ, സബ്ടൈറ്റിൽ ഇല്ല, അല്ലെ മനസ്സിലാത്തു. വിഷമം പറയുക. भारी किराया वसूल किया। छोड़ना भाटिया सब। कहानी बहुत लंबी है और भाई के पास वक्त बहुत बहुत कम। बहुत कम। मेरी तो उड़ा देते हैं ना साली जेल की दीवारें। फूलों का तारों का सबका कहना है ഓ एक हजारों അനിയൻ തോന്നുന്നു കേട്ടോ. मेरी बहना है വരൾ അലിയിപ്പിക്കുന്ന രംഗങ്ങളാണോ? എന്തൊരു സീനാന്ന് തോന്നുന്നു. ഓ മാസ്ക हमें संग रहना है फूलों का तारों അസാസിൻ വല്ലതും ആണോ ഇനി? ഓ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞു. ഓ പോലീസുകാരിയാണോ? സ്പൈ को सुनती है तू ആത്മഹത്യ ചെയ്യാൻ സമയത്ത് ഇടി കൊണ്ട് പോവാണോ? के ये कांटे भी चुनती है तू ही അപ്പൊ മാസാണ് വരുമായിരിക്കും കേട്ടോ. अरे बच्चन नहीं बनना है, बच के निकलना है। अब तो बच्चा नहीं बनना है। तेरी सब दुआओं का हासिल हूं ना मैं ഇത് പബ്ജി പ്ലെയിനൊക്കെ നിറക്കിയതാണോ? വസൻ ബാല है तू ही ഇതാണോ കാമുകൻ? വേദങ്ങൾ റൈന मेरा चांद है तू ही रहना है एक हजारों അനിയനാണ്. मेरी बहना है सारी उम्र हमें संग रहना है आँखों में नींद ना मन में चैना है एक हजारों में मेरी बहना है सारी उम्र हमें संग रहना है फूलों का तारों का 11th October. सबका कहना है चल ജിഗ്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. പടം ഒന്ന് എന്താണ് എന്ന് മനസ്സിലാക്കണം എങ്കിൽ എന്ന് തോന്നുന്നു. ഇപ്പം ഈ ജിഗ്ര ജിഗ്ര എന്ന് പറയുന്ന പടത്തിന്റെ ഒരു എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നി ഇങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ 2 വാക്ക് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ സബ്ടൈറ്റിൽ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഒറ്റപ്പെട്ടു എന്നൊക്കെ ആയിരിക്കും. എലോണായി. പിന്നെ അകന്ന ബന്ധത്തിലുള്ള കുറച്ച് പേര് ഷെൽട്ടർ കൊടുത്തു, എന്നിട്ട് വസ്ത്രം കൊടുത്തു, അതിന് കാശ് ചോദിക്കാൻ തുടങ്ങി. അനിയനെയും കൂട്ടി ഭയങ്കര കഷ്ടപ്പാടിലൊക്കെ ആയിരുന്നു. വിഷമങ്ങൾ പറയുന്നതാണ്. വിഷമങ്ങൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ ഒരു മാസീവ് കമ്പാക്ക് കാണുമല്ലോ പടത്തിന് ടീസറിനൊക്കെ വരുമ്പോഴത്തേനും. അങ്ങനെ ഒരു സാധനം കാണിക്കുന്നുണ്ട് അത്. പബ്ജിയുടെ ഒരു സാധനം കൊണ്ടുപോയിട്ട് ഇനി ഹെലികോപ്റ്റർ നന്നായിട്ട് ഇറങ്ങിയതാണോ എന്താണോ? പടം ഇറങ്ങട്ടെ, കണ്ടിട്ട് പറയാം. ടീസർ ഏതായാലും ചെറിയ ഒരു ഇൻസിഡന്റ് ടീച്ചറിനകത്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റേ ആ ഒരു പബ്ജിയിലെ വേഷമിട്ടുകൊണ്ട് ഇങ്ങനെ പോയിട്ടുള്ള ഒരു സംഭവം മാത്രമേ കാണിച്ചുള്ളൂ. ചിലപ്പം വലിയ സാധനങ്ങൾ കാണും. വെച്ചാൽ അലിയ ഭട്ട് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അത്ര സെലക്റ്റബിൾ അല്ലാത്തൊരു ആക്ട്രസ് ഒന്നുമല്ല. പുള്ളി ഗംഗുബായി, ഇതാ ഉത്ത പഞ്ചാബ്, പിന്നെ ഹൈവേ പോലുള്ള സിനിമകളൊക്കെ ചെയ്ത്
അടിപൊളിയാക്കിയ ഒരു നടിയാണ് ആലിയ ഭട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ള നടിയൊക്കെയാണ്. പുള്ളിക്കാരി സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഹൈവേ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അഭിനയം കാര്യങ്ങളും ഗംഗൂബായി ഒക്കെ ആണെങ്കിലും അവർ ഉടുത്ത പഞ്ചാബൊക്കെ പൊളിയായിട്ട് ചെയ്തത്. ഞാൻ ഓർത്ത് ഇനി ആ ലെവലിലോട്ടായിരിക്കും ഈ പടം പോകുന്നത്. തുടക്കം കണ്ടപ്പോഴത്തന്നെ ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലാണോ എന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി അസാസിൻ ടൈപ്പ് എന്തെങ്കിലും സാധനമായിരിക്കും. അതുപോലൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ടീസർ ഏതായാലും കുഴപ്പമില്ല. ട്രെയിലർ ഇറങ്ങുന്നതാവോ ഇനി? ട്രെയിലർ ഇനി 12-ാം തീയതി അല്ലേ പടം ഇറങ്ങുന്നത്? ഇതെല്ലാം എന്ത് പടമാണ് 12-ാം തീയതി ഇറങ്ങുന്നത്? കവർ പോലെ പടം ഈ 12, 13, 10 എല്ലാം വരുന്നുണ്ട്. നമ്മുടെ അജയന്റെ 2-ാം മോഷണം എല്ലാം വരുന്നുണ്ട്. വരട്ടെ. അപ്പം ബൈ.